പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെക്കുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്തത് LASന്റെ +2 ഡാറ്റ എൻട്രി കോഡ് നമ്പർ 336 8ാമത്തെ ചാപ്റ്ററിന്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. ഫോർമുല, ഫംഗ്ഷൻ ആൻഡ് ചാർട്ട്. ഈ ചാപ്റ്ററിൽ വരുന്ന അര മാർക്കിന്റെയും 1 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസും ആൻസറുമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തന്നെ 2 മാർക്കും 3 മാർക്കും 4 മാർക്കും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആദ്യ ഭാഗത്ത് കാണുന്ന അര മാർക്കിന്റെയും 1 മാർക്കിന്റെയും ആൻസർ എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അതിനുശേഷം പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്. മൊത്തം പാഠഭാഗം 10 ആണ്. അതിൻ്റെ 60% ഏകദേശം 6 ചാപ്റ്റർ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അതിൽപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള 40% അസൈൻമെൻറ്റ് ചാപ്റ്ററാണ്, അത് പഠിക്കേണ്ടതില്ല. എന്നാൽ ഓൾറെഡി 2023 വരെ അഡ്മിഷൻ എടുത്ത് പരീക്ഷ എഴുതാൻ കഴിയാത്തവർ ഇപ്പോൾ പഠിക്കുമ്പോൾ മുഴുവൻ ചാപ്റ്റർ അവർ പഠിക്കണം. അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലുകൾ വ്യത്യസ്തമുണ്ടായിരിക്കും എന്നതാണ്. പരീക്ഷകൾ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരിക. ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മലയാളത്തിൽ ആൻസർ ചെയ്യാം എന്നുള്ളതിൻ്റെ കോൺഫിഡൻസും കൂടിയാണ് നമ്മൾ ബോർഡിൽ എഴുതി ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നത്. നമുക്കിതിൽ തിയറിക്ക് പാസ്സാകാനുള്ള മാർക്ക് 11 മാർക്ക് പാസ്സാകാണ്ടാക്കിയാൽ മതി. പ്രാക്ടിക്കലിൽ നമുക്ക് 60 മാർക്കാണ്, അസൈൻമെൻറ്റിന് 8 മാർക്കാണ് വരുന്നത്. അപ്പോൾ തിയറിക്ക് നമുക്ക് മൊത്തം എഴുത്ത് പരീക്ഷയുടെ 33% ഏകദേശം 11 മാർക്ക് നിങ്ങൾക്ക് പാസ്സാകാണ്ടാക്കിയാൽ മതി. ഒന്ന് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് കിട്ടും. മറ്റുള്ള വിഷയങ്ങളൊക്കെ ആകുമ്പോൾ 26, 28 മാർക്കൊക്കെ പാസ്സാകാൻ വേണം. ഇതാകുമ്പോൾ വളരെ കുറഞ്ഞ മാർക്കിൽ പാസ്സാകും. ഇന്ന് നമ്മൾ കുറച്ച് ട്രൂ ഓർ ഫാൾസും അതേപോലെ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ആണ് അത് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ കഴിയും. ഈ 8ാമത്തെ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസും ആൻസറും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അത് നോക്കി നിങ്ങൾ പഠിക്കേണ്ടത്. ഫസ്റ്റ്, ഫോർമാറ്റ് പിക്ചർ ഡിസ്പ്ലേ ഓൾ ദി ഇമേജ് പ്രോപ്പർട്ടീസ് ഇൻ എ സെപ്പറേറ്റ് വിൻഡോ. അത് ട്രൂ ആണ്. ഫോർമാറ്റ് ദ പിക്ചറുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു സെപ്പറേറ്റ് വിൻഡോയിൽ, അത് ട്രൂ ആണ്. രണ്ടാമത്തത്, ആക്ടിവേറ്റ് ദി ഇമേജ് ആക്ടിവേറ്റ് യു വിഷ് ടു എഡിറ്റ് ബൈ ക്ലിക്കിംഗ് ഓൺ ഇറ്റ് ദി വൺ വിത്ത് മൗസ്, അത് ശരിയാണ്, ട്രൂ ആണ്. മൂന്നാമത്, ലൈൻ ചാർട്ട് ഷോ ദി പ്രോപ്പർട്ടീസ് ഓഫ് ഈച്ച് കോമ്പണൻസ്. ലൈൻ ചാർട്ട് എന്ന് പറയുന്നത് proportion of അനുപാതമാണ്. കോമ്പണൻസ് വാല്യൂ ടു ദി ടോട്ടൽ വാല്യൂ ഓഫ് എ ഡാറ്റ സീരീസ് എന്നാണ്. അത് തെറ്റാണ്. ലൈൻ ചാർട്ട് ഷോ ദി ബന്ധമാണ് ഓരോ കോമ്പണൻസ് വാല്യൂസ് ദി ടോട്ടൽ വാല്യൂ ഓഫ് എ ഡാറ്റ സീരീസ്, അത് ഫാൾസ് ആയിട്ടാണ്. അടുത്ത, പൈ ചാർട്ട് ആണ് യൂസ്ഫുൾ ടു കമ്പയർ ദി ട്രെൻഡ് ഓവർ ടൈം. ട്രെൻഡ് മനസ്സിലാക്കുന്നത് തെറ്റാണ്. ട്രെൻഡ് മനസ്സിലാക്കുന്നത് നമ്മൾ വേറെ സ്റ്റോക്ക് ചാർട്ട് മറ്റൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ട്രെൻഡ് ഇതാക്കാൻ പൈ ചാർട്ട് പറ്റില്ല എന്നാണ്, ഫാൾസ് ആണ്. ഇതിൽ 4 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്. ഒന്ന്, ഈച്ച് ഓട്ടോ ഷേപ്പ് ക്യാൻ ബി റൊട്ടേറ്റഡ് ബൈ ക്ലിക്ക് ഡാഷ് ബട്ടൺ ആണ്. എന്താണ് ഫ്രീ റൊട്ടേറ്റ് എന്നാണ് അവിടെ വരുന്നത്. അടുത്തത്, മോർ ഡാഷ് എഫക്റ്റ് ക്യാൻ ബി ചേഞ്ച് യൂസ് ദി പിക്ചർ ടൂൾ ബാർ. ആൻസർ പിക്ചർ ആണ്. മോർ പിക്ചർ എഫക്റ്റ് ക്യാൻ ബി ചേഞ്ച് പിക്ചർ ടൂൾ ബാർ. മൂന്നാമത്, ഡേ ഡിസ്പ്ലേ ദി ഓൾ ദി ഇമേജ് പ്രോപ്പർട്ടീസ് ഇൻ എ സെപ്പറേറ്റ് വിൻഡോ. ഫോർമാറ്റ് പിക്ചർ ആണ്. And as a format picture display all the image properties in a separate window. Last, you have to be enter the name of the chart and title for XY axis ആണ്. X axis ഉണ്ടാവും, Y axis ഉണ്ടാവും. അവിടെയാണ് നമ്മൾ ചെയ്യുന്നത് നെയിമും ചാർട്ടിന്റെ നെയിമും ടൈറ്റിലൊക്കെ എഴുതുന്നത്. ഓക്കെ, ഇത്രയാണ് പ്രധാനപ്പെട്ട 1 വേർഡ്. ഇനി ഇതല്ലാത്തതും ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ കഴിയും. എല്ലാവരും നിങ്ങൾ പഠിക്കണം. എന്തൊരു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. വളരെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ചാപ്റ്ററാണ് 8ാമത്തെ ചാപ്റ്റർ. അതിൽ നിങ്ങൾ പ്രാക്ടിക്കലിന് ഒരു ക്വസ്റ്റ്യൻസ് ഷുവറായിട്ട് ചോദിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. എൻ്റെ വിവിധ വിഷയങ്ങളുടെ ക്ലാസ്സിനും അതേപോലെ SSLC +2 അഡ്മിഷൻ 1 മാസം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം, 2 മാസം കൊണ്ട് ചെയ്യാം, 3 മാസം കൊണ്ട് ചെയ്യാം, 6 മാസം കൊണ്ട്. ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ ഫീസിൽ ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സാണ് നമ്മൾ നൽകുന്നത്. നിങ്ങളുടെ ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അയച്ചു തരും.
അതേപോലെ തന്നെ വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള SSLC +2 സംവിധാനമുണ്ട്. വിദേശ രാജ്യങ്ങൾക്ക് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലെ ലീവിന് വരുമ്പോഴേക്കും +2 പരീക്ഷ അറേഞ്ച് ചെയ്യുന്ന രീതികളും നമ്മുടെ സെൻറ്ററിലുണ്ട്. ഈ ശ്രീനാരായണ IGNOU യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷന് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കൂടുതൽ അഡ്മിഷനും മറ്റുള്ള കാര്യങ്ങൾക്കും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.